നമസ്കാരം. നന്ദി പ്രസംഗം ഒരു പരിപാടിയിലെ അവസാന പ്രസംഗമാണ് നന്ദി പ്രസംഗം. സംഘാടക സമിതിയിൽപ്പെട്ട അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ട്രഷററാണ് ഔദ്യോഗികമായി നന്ദി പറയേണ്ടത്. ഇനി ട്രഷററുടെ അഭാവത്തിൽ മറ്റാർക്കും കമ്മിറ്റിയിൽപ്പെട്ട ആർക്കും നന്ദി പ്രസംഗം നിർവഹിക്കാവുന്നതാണ്. അതിഥികളല്ല, ആതിഥേയരാണ് നന്ദി പ്രസംഗം നിർവഹിക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ വിഷയത്തെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി ആരെങ്കിലും ഉദ്ഘാടകനോ അധ്യക്ഷനോ പറഞ്ഞ കാര്യങ്ങളൊന്ന്, പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് എടുത്ത് പറയുക, സമയം അനുവദിക്കുമെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ ആദ്യം വിശിഷ്ട വ്യക്തിക്ക് നന്ദി പറയുക, പിന്നെ പ്രാസംഗികർക്ക് എല്ലാവർക്കും നന്ദി പറയുക, പിന്നീട് വന്ന് അതിനോട് സഹകരിച്ച പൊതുജനങ്ങളോട് നന്ദി പറയുക, ശ്രോതാക്കളോട് നന്ദി പറയുക, പിന്നെ ഏതൊക്കെ രീതിയിൽ ഇതുമായി സഹകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നന്ദി പറയാം. അപ്പോൾ ഒരു നന്ദി പ്രസംഗം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഉദ്ഘാടകൻ കേരളത്തിലെ റവന്യൂ മന്ത്രി ശ്രീ എ.പി. അനിൽകുമാർ, അധ്യക്ഷൻ ഒരുമയുടെ പ്രസിഡന്റ് ശ്രീ ടി അസ്ലം. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിലെ ഒരു നന്ദി പ്രസംഗമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഈ പറഞ്ഞ അവരാണ് സംഘാടകർ. അതിൻ്റെ ഉദ്ഘാടനം ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ ആരാണെന്നുള്ളത്. വളരെ ഈസിയായ ഒരു പ്രസംഗമാണ് നന്ദി പ്രസംഗം. അപ്പോൾ നന്ദി ഈ പ്രസംഗത്തിലേക്ക്. നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. അവസാനമായി ഈ നന്ദി പ്രസംഗത്തോടു കൂടി നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ എ.പി. അനിൽകുമാർ അവർ പറഞ്ഞതുപോലെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് വെറുതെ കിട്ടിയതല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ നൽകി ത്യാഗം ചെയ്തതിൻ്റെ ഫലമായാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം, ഇന്ന് നമ്മളെ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അപ്പോൾ അത്തരം ആളുകളൊക്കെ നന്ദിയോടെ സ്മരിക്കേണ്ട, ആദരവോടെ സ്മരിക്കേണ്ട സമയം കൂടിയാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം തുടക്കം മുതൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കേണ്ടായി. ഇനി വിഷയത്തെക്കുറിച്ച് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ എ.പി. അനിൽകുമാർ അവർക്ക് ഈ പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ സമയബന്ധിതമായി പൂർത്തിയാക്കിയ അധ്യക്ഷൻ്റെ കൃത്യനിഷ്ഠത എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിച്ച് പ്രസംഗിച്ച ആശംസാ പ്രാസംഗികർ, സ്വാഗത പ്രാസംഗികൻ, അതുപോലെ തന്നെ ഈ പരിപാടി ശ്രവിക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും, അതുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയധികം വിജയിച്ച്, നിങ്ങളുടെയൊക്കെ സാന്നിധ്യമാണ്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും നന്ദി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ സ്റ്റേജ് അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മോട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു കാര്യം പറയണം. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. കാരണം തുടക്കം മുതൽ അവസാനം വരെ ആ പരിപാടി നിയന്ത്രിച്ചതും സമയബന്ധിതമായി പൂർത്തിയാക്കിയതും എല്ലാം ആരാണ്? അധ്യക്ഷനാണ്. അപ്പോൾ അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തകർ പിരിഞ്ഞു പോകരുത്. കാരണം അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള അറിയിപ്പുകളൊക്കെ കൊടുക്കാം. അങ്ങനെയാണ് ഒരു നന്ദി ഈ പ്രസംഗം. നമ്മളിനിപ്പോൾ വേറെ ഏതെങ്കിലും വിഷയമാണെങ്കിൽ അത്രയേ ഉള്ളൂ, അധികം സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മളവിടെ നടന്ന സംഭവത്തെ പ്രധാനപ്പെട്ട പ്രാസംഗികർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് ജനങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പിന്നീട് എല്ലാവർക്കും നന്ദി പറയുക, വിശിഷ്ട വ്യക്തികൾക്ക് ആദ്യം നന്ദി പറയുക, പിന്നീട് ഓരോരുത്തർക്കായി നന്ദി പറയുക. സമയം ഇപ്പോൾ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ടാകും. എന്നിരുന്നാലും നമ്മളെല്ലാവർക്കും ഇതേപോലത്തെ പ്രോഗ്രാം ചാർട്ട് ഉണ്ടാകും. അത് നോക്കിയിട്ട് എല്ലാവർക്കും നന്ദി പറയണം. ഓക്കെ.
നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ. 27 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൽഫാൻ കർട്ടൻസ്, കാളികാവ് റോഡ്, വണ്ടൂർ.